ബിൽഡ് നെസ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞങ്ങളിത് ഇതിലേക്ക് വരുന്നത് തന്നെ. ഫസ്റ്റ് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത് ചെറിയൊരു സ്പേസാണ്, പക്ഷേ ഭയങ്കര വൈഡായിട്ടൊരു ഏരിയ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ സ്റ്റെയർ കേസ്, നമ്മൾ സ്പെഷ്യലായിട്ട് വന്ന സ്റ്റെയർ കേസ് ആയിരുന്നു. നല്ല ഡിസൈൻ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് സ്റ്റെയർ കേസും പിന്നെ നമ്മുടെ പാർശ്വൻ്റെ ഏരിയ ആണ്. ആദ്യം ഡ്രോയിങ് കണ്ടു, പിന്നെ അതിൻ്റെ ഒരു 3D പിക്ചർ കണ്ടു, പിന്നെയാണ് ഞങ്ങൾ VR കണ്ടത്. VR അന്ന് കണ്ടത് ആലുവയിൽ വെച്ചിട്ടാണ് VR അന്ന് കണ്ടത്. VR അന്ന് കണ്ടപ്പോൾ തന്നെ ഒരു കുറച്ച് ഐഡിയാസും കാര്യങ്ങളൊക്കെ എന്നുള്ളത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീട്ടിലോട്ട് വന്നപ്പോൾ ഏകദേശം VR-ഉം ഇതും തമ്മിൽ ഏകദേശം മാച്ചായിട്ടുണ്ട്. ഇപ്പം പുറത്ത് കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ അടുത്തുള്ള ഫ്രണ്ട്സ് വന്നപ്പോഴും അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന ഒരു ഫോട്ടോ മാതിരിയുള്ള അതേ കണക്കൊരു രീതിയിലായിട്ടുണ്ടെന്ന് അവർ വീടും പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ലിവിങ് റൂമിലായിരിക്കും. ലിവിങ് റൂമിലും അതോടൊപ്പം തന്നെ കിച്ചണിൻ്റെ ആ ഭാഗങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. കിച്ചണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. അധികം സ്പേസ് നമ്മൾ അതിൽ കളഞ്ഞിട്ടില്ല. ഉള്ള സ്പേസ് മാക്സിമം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സിങ്ക് ആയാലും കബോർഡ്സ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും ഫ്രിഡ്ജ് ആയാലും എല്ലാം നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ സൗകര്യപരമാണ്. പെട്ടെന്നൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് വന്നു കഴിഞ്ഞാലും നമുക്ക് വേറെ പ്രത്യേകിച്ചൊരു മെയിൽ അയപ്പിക്കുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോൺ കോളിനെ കുറിച്ചിട്ടോ വലിയ ഗ്യാപ്പ് വന്നിട്ടില്ല. കാരണം ആപ്പിനകത്ത് തന്നെ എത്ര പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റി. ഞങ്ങളിപ്പം പ്രത്യേകിച്ച് പറഞ്ഞില്ല, ഇപ്പോൾ ഞങ്ങളിവിടെ അല്ല വർക്ക് ചെയ്യുന്നത്, തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്, തൃപ്രയാറാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വീടിൻ്റെ പണി ഏത് സൈറ്റ് എത്ര പെർസെൻറ്റേജ് ആയിട്ടുണ്ട്, എന്ന് കംപ്ലീറ്റ് ചെയ്യും, BRK ഇട്ടിരിക്കുന്ന എത്ര അതിന് പ്രകാരമാണ് പോകുന്നത്. എല്ലാ കാര്യങ്ങളും അന്നത്തെ ബ്രാഞ്ച് മാനേജറെ അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജറെ വിളിക്കുക അറിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആപ്പ് വഴി അറിയാൻ പറ്റി. മൊത്തത്തിൽ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്.